എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് പസിൽ ബോൾ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ കേട്ടോ. ഇതാണ് പസിൽ ബോൾ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് നേരെ വെക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാന്ന് എല്ലാവരും പറയും. ഇതിപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതാണ്. ഇതെങ്ങനെ ശരിക്കും ഉണ്ടാവാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ശരിക്ക് നമ്മളിത് ജോയിൻ ചെയ്യാറ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയും. പക്ഷെ ഇത് നമ്മൾ പഠിച്ചാലുണ്ടല്ലോ നമുക്കൊരു 5 മിനിറ്റ് കൂടി വേണ്ട, പെട്ടെന്ന് നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് പസിൽ ബോളാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതിൽ മെയിനായിട്ട് 2 പീസുകളാണുള്ളത്. ഇതാ, ഒന്ന് ഈ ഷേപ്പിലുള്ള പീസും പിന്നെ ഒന്ന് ഈ ഷേപ്പിലുള്ള പീസും കാണാണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പീസ് എടുക്കാം. എന്നിട്ട് ഇതാ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. അടുത്തത് ഇതാ ഈ പീസാണ് വെക്കുന്നത്. കണ്ടല്ലോ, ഇതിന്റെ നടുവിലൊരു ഹോള് പോലെ ഉണ്ടാവും കേട്ടോ നീളത്തിൽ. ഇവിടെ വെച്ചു നമുക്കിങ്ങനെ വെക്കാനേ കയ്യിൽ ഇങ്ങനെ ഇതിനെന്താന്ന് വെച്ചാൽ പൊക്കൊന്നും ഇല്ലല്ലോ. കയ്യിൽ ഇങ്ങനെ ബാലൻസ് പിടിക്കാൻ കാണണ്ടല്ലോ. അടുത്തത് എടുക്കണം. ഇതാണ് കണ്ടില്ലേ? ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് രണ്ടാൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. ഇതാ, ഇനി അടുത്തത് നമ്മൾ വെക്കാൻ പോണത് ഈ പീസ് വെച്ചു. അടുത്തത് ഇതും വെച്ചു കൊടുത്തു. ഇങ്ങനൊരു ഹോളുണ്ട് അല്ലേ? കണ്ടില്ലേ എല്ലാവരും? ഇനി നമ്മൾ അവസാനമായിട്ട് വെക്കണം. നമ്മൾ ഏറ്റവും ആദ്യം വെക്കുന്നതും ഈ ഷേപ്പിലുള്ള പീസാണ്. ഏറ്റവും അവസാനം വെക്കണതും ഇതാണ്. കണ്ടോ? ഇനി ഇത് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഗ്യാപ്പിൽ വെച്ചു കൊടുക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പതുക്കെ അങ്ങനെ വെച്ചു കൊടുക്കാം. കണ്ടോ? അപ്പൊ എല്ലാരും കണ്ടല്ലോ, നമ്മൾ മുന്നത്തെ ആ രൂപത്തിലേക്ക് തന്നെ ആയി. ഇത് കണ്ടോ പസിൽ ബോള്? കണ്ടോ? കണ്ടില്ലേ? ഇത്ര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ്. ഇനി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക. അപ്പം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.